ഗൂഢാലോചനയും പ്രശ്നമില്ല. ഒരു സർക്കാർ ഓഫീസ്, DF ഓഫീസ്, അതും ഇന്നലെ അവധി ദിവസമാണ്. ആ അവധി ദിവസത്തിൽ പൂട്ടിക്കിടക്കുന്ന ഒരു സർക്കാർ ഓഫീസ് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അടിച്ച് പൊളിച്ച് നശിപ്പിക്കുകയാണ്. അതിനൊരു MLA നേതൃത്വം നൽകുകയാണ്. ഈ തരത്തിലുള്ള പ്രവണതകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. യാതൊരു വിധത്തിലുള്ള നിയമവാഴ്ചയും ഇല്ലാത്ത സ്ഥിതിവിശേഷം വരുമല്ലോ. ഇവിടെ നിയമപരമായ നടപടികൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. ഇതിലൊരു ഗൂഢാലോചനയുടെയും പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ല. ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ എത്തിച്ചുകൊണ്ട് അത്ര അറസ്റ്റിന്റെ ആവശ്യമുണ്ടായിരുന്നു. നമുക്കൊരു തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തൽശേഷം ഹാജരുമാക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല, രാത്രി നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിലാണല്ലോ പോലീസ് വന്ന് നോട്ടീസ് നൽകി അർദ്ധരാത്രിയോളം കൊണ്ടുപോയത് അദ്ദേഹം തന്നെയല്ലേ? നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിങ്ങളോട് ഒക്കെ സംസാരിക്കാനുള്ള അവസരം നൽകി വൈദ്യപരിശോധന വേണമെന്നുണ്ടെങ്കിൽ അത് നടത്തി. എല്ലാ സാവകാശങ്ങളും എടുത്തുകൊണ്ടാണ് ആ നടപടികൾ പൂർത്തിയാക്കിയതെന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരും കൊടുത്തിട്ടുള്ള ചാനലിലൂടെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. അതിനകത്ത് വേറെ ഗൂഢാലോചനയുടെ പ്രശ്നങ്ങളും ഒന്നുമില്ല. ഒരു മണ്ഡലത്തിന്റെ MLA ആണ്. കേരളത്തിൽ തന്നെ വളരെ അപൂർവമായി നടന്നൊരു സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു നോട്ടീസ് കൊടുത്താൽ ഒരു പക്ഷേ അദ്ദേഹം ചോദ്യം ചെയ്യലിന് പോകും, DYSPയുടെ മുമ്പിൽ ഹാജരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ രാത്രിക്ക് രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എല്ലാ നടപടികളും പൂർത്തിയാക്കി ജയിലിലടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ. ഒരു MLA പൂട്ടിയിട്ട സർക്കാർ ഓഫീസിന്റെ മുന്നിലേക്ക് ഒരു ജാഥ അവസാനിപ്പിച്ച് അക്രമം നടത്തേണ്ട കാര്യമുണ്ടായിരുന്നോ? ജനങ്ങൾക്ക് മാതൃകയാവേണ്ടതല്ലേ MLA? ഇതിൽ ഏതെല്ലാം രീതിയിലുള്ള സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ മണി എന്ന് പറയുന്ന ആദിവാസി യുവാവ് കാട്ടാന ചവിട്ടിക്കൊന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഇത് ആദ്യത്തേതല്ല. ഒട്ടനവധി സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാട്ടിനുള്ളിൽ ഏതാണ്ട് 25 കിലോമീറ്ററിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. നാട്ടിൽ ആനിറങ്ങി വന്നിട്ടുള്ള ഇത്തരം നിർഭാഗ്യകരമായ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രതിഷേധങ്ങളിൽ എവിടെയും തന്നെ ഇത്തരത്തിൽ പൂട്ടിയിട്ട സർക്കാർ ഓഫീസിൽ DF ഓഫീസിൽ പോയിട്ട് അക്രമം നടത്തി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു MLAയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല. സമാധാനപരമായുള്ള ഒട്ടനവധി സമരങ്ങളുണ്ട്. ആ മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ ഓഫീസുകളെ അടിച്ചു തകർക്കുകയോ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ പിന്നീട് അതിന് ഉദ്ഘാടനത്തിന് പോവുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്ര ഒരു ധൃതി, ഒരു തിടുക്കം എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നില്ല. അല്ല, ഇത്തരം കാര്യങ്ങളിൽ അന്നെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാവും. ഇതിനു മുമ്പ് ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയൊക്കെ ഇതിനപ്പുറത്തേക്ക് രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് സമരമുഖങ്ങളിൽ അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പോലീസ് വന്നു, നോട്ടീസ് കൊടുക്കുന്നു, നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള സാവകാശം കൊടുക്കുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ സാവകാശം കൊടുക്കുന്നു, വൈദ്യപരിശോധനയ്ക്ക് സാവകാശം കൊടുക്കുന്നു. അങ്ങനെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. പകല് പൂട്ടിക്കിടക്കുന്ന സർക്കാർ ഓഫീസിൽ ഇത് വേണ്ടിയിരുന്നോ? അതുമില്ലേ? എന്ന് മുതലാണ് PV അൻവറിന് അത് തോന്നി തുടങ്ങിയിട്ടുള്ളത്? മുസ്ലിം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ആർക്കെതിരായിട്ട് അങ്ങനെ സ്വീകരിക്കുന്നത്? അതൊക്കെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. പ്രശ്നത്തെ കാതലായ പ്രശ്നം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ പേരിലേക്ക്, സ്ഥലത്തിലേക്ക്, അതിലേക്ക് ചുരുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോണ്ട. PV അൻവറിന്റെ അറസ്റ്റിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ വലിയ തോതിൽ PV അൻവർ പിന്തുണ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. KPCC പ്രസിഡന്റ് അടക്കം
അൻവർ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. രമേശ് ചെന്നിത്തല അടക്കം. അത് ഏത് വിധത്തിലാണ് കാണുന്നത്? അത് പിന്നെ പ്രതിപക്ഷം അവരുടെ പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം. അതത്രേ ഉള്ളൂ. പക്ഷെ ഇതിൽ പോലീസ് എടുത്തിട്ടുള്ള നടപടി എന്ന് പറയുന്നത് തികച്ചും പിന്നെ നീതിപൂർവമായിട്ടുള്ള നടപടിയാണ്. ഒരു ധൃതിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ പി വി അൻവറിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ അടിച്ചു തകർപ്പുമായി ബന്ധപ്പെട്ട് അതിലെന്തെങ്കിലും ഒരു പ്ലാൻ, ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് കരുതുന്നുണ്ടോ? ഒരു ഞായറാഴ്ചയായിരുന്നു, അതിൽ അദ്ദേഹം ഒരു ജാഥ നയിച്ചിരുന്നു. അതിലാളില്ലാത്ത സ്ഥിതിയുണ്ട്. അത് ഏതെങ്കിലും രൂപത്തിൽ അവസാനിപ്പിക്കണം. ആ അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളൊരു മാർഗമാണിത്. അദ്ദേഹം ഈ CPM വിട്ട് ഒരു DMK എന്ന സംവിധാനവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ആൾ കുറവാണെന്നുള്ള ആ രൂപത്തിൽ തന്നെയാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇപ്പം ജയിലിൽ പോകുന്നു, ഇനിയൊരു കരുത്തനായ രാഷ്ട്രീയക്കാരനായി അദ്ദേഹം പുറത്തു വരുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അദ്ദേഹം കരുത്തനായിട്ട് പിന്നെ പാർട്ടിക്കെതിരായിട്ട് ഉയർന്നു വരും എന്നുള്ളതാണല്ലോ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഉണ്ടായിട്ടില്ലല്ലോ. എന്താണ് ഉണ്ടായതെന്നുള്ളത് കണ്ടിട്ടുണ്ടല്ലോ. ഇതോടുകൂടിയിട്ടുണ്ടാവൂ പൂട്ടിക്കിടക്കുന്ന ഒരു സർക്കാർ ഓഫീസ് പിന്നെ പൊളിച്ചുകൊണ്ട് ഒരു ജനകീയ നേതാവായിട്ട് മാറുമോ? ഇല്ലല്ലോ. അദ്ദേഹം ഇന്നലെ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, അതായത് ഈ മണി എന്നാൾ മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നു, ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു സർക്കാരിനെതിരെ AK ശശീന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല. പിന്നെ പറഞ്ഞല്ലോ ഞാൻ, 25 കിലോമീറ്റർ ഉള്ളിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സാധ്യമായ കാര്യങ്ങളെല്ലാം അതിനകത്ത് നടന്നിട്ടുണ്ട്. അദ്ദേഹം പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ ജാഥ അവസാനിപ്പിക്കണം. അതിന് കണ്ടെത്തിയിട്ടുള്ള മാർഗം, അല്ലെങ്കിൽ മറ്റുള്ള സമര മാർഗങ്ങൾ സ്വീകരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ല. ഇതിനു മുമ്പും ഇതിന് സമാനമായിട്ടുള്ള നാട്ടിലിറങ്ങി പിന്നെ വന്യമൃഗങ്ങൾ ആക്രമണം നടത്തിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ പ്രതിഷേധങ്ങളുണ്ടായിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ആദ്യമായിട്ടാണ്.